ഹലോ അസ്സലാമു പുതിയൊരു വീഡിയോയിൽ സ്വാഗതം. അപ്പോൾ ഇതെന്താ നമ്മുടെ വീഡിയോ വെച്ച് കഴിഞ്ഞാൽ റൊണാൾഡോനെ എടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ റൊണാൾഡോ എടുക്കാം. ഇപ്പോൾ ട്രാൻസ്ഫർ ബോക്സിൽ റൊണാൾഡോ വന്നിട്ടുണ്ട്. 2300 കോയിനാണ്. അപ്പോൾ നമുക്ക് സൈൻ ചെയ്യാം. ഓക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ യെസ്, അങ്ങനെ റൊണാൾഡോനെ കിട്ടിയേക്കാണ്. 83 റേറ്റിംഗ്. സെൻറ്റർ ഫോർവേഡ് പൊസിഷൻ. ഓക്കെ അടിപൊളി. അപ്പോൾ റൊണാൾഡോനെ നമ്മൾ സൈൻ ചെയ്തിട്ടുണ്ട്. ഇനിയും പുള്ളിയുടെ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ നോക്കാം. റൊണാൾഡോയുടെ സ്പീഡ് 79 കൊടുത്തിട്ടുണ്ട്. അതുപോലെ ആക്സിലറേഷൻ 77, സ്റ്റാമിന 78, സ്ട്രെങ്ത് 83, ബോൾ കൺട്രോൾ 83, പാസിങ് 79, ഷോട്ട് 93, ടാക്ലിങ് 43. നമുക്ക് കുഴപ്പമില്ലാത്തൊരു കാർഡാണ്. ഇതിനിപ്പം ഡയമണ്ട് കൊടുത്തു, അതുപോലെ കോയിനെ കൊടുത്തിട്ട് ബൂസ്റ്റ് ചെയ്ത് കുറേ കൂടെ സെറ്റാക്കണം. അപ്പം എന്നാണല്ലോ റൊണാൾഡോനെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പുള്ളിനെ കൊണ്ട് കുറച്ച് കളിപ്പിച്ച് നോക്കാം, എങ്ങനെയുണ്ടെന്നൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ഫ്രീ ട്രെയിനിങ് ഒക്കെ കൊടുത്ത് നോക്കാം. പാസിങ്ങും അതുപോലെ ഷൂട്ടിങ്ങും ഒക്കെ എങ്ങനെ ഉണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഇപ്പോൾ വിങ്ങി ലിയോ ആണ്. ഓക്കെ, ലിയോ ടു എംബാപ്പെ, റൊണാൾഡോ. ഓക്കെ, കുഴപ്പമില്ല. ചെറിയൊരു ലാഗൊക്കെ അടിക്കുന്നുണ്ട്. ഓക്കെ, കുഴപ്പമില്ല. മെസ്സി, ഹാലൻഡ്, റൊണാൾഡോ. ഓക്കെ, സ്കില്ല് കുഴപ്പമില്ല കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ സ്കില്ലൊക്കെ ചെയ്യുന്നുണ്ട് റൊണാൾഡോ. ഓക്കെ, പോസ്റ്റ് തട്ടിപ്പോയി. ഓക്കെ, സ്പീഡൊന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നല്ല രീതി അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ സ്പ്രിൻറ്റിങ് ഒക്കെ ഇട്ട് ഓടുന്നുണ്ട്. കുഴപ്പമില്ല, എന്നാലും എനിക്കിഷ്ടപ്പെട്ടു. 83 റേറ്റിംഗ് ഉള്ളെന്ന് പറഞ്ഞാലും അത്യാവശ്യം കുഴപ്പമില്ല, നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് കുറച്ച് സ്കില്ലൊക്കെ ചെയ്യിപ്പിച്ച് നോക്കാം. പാസിങ്ങും ഷൂട്ടിങ്ങും സ്കില്ലും എല്ലാം കൊണ്ടും മൊത്തത്തിൽ അടിപൊളിയാണ്. 2300 കോയിൻ കൊടുത്ത് റൊണാൾഡോ എടുത്തത് നഷ്ടമുണ്ടെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ അടിപൊളി കാർഡാണ് റൊണാൾഡോയുടെ. അപ്പം നിങ്ങൾക്ക് റൊണാൾഡോ ഇല്ലാത്തവരുണ്ടെങ്കിൽ എന്നാണല്ലോ റൊണാൾഡോനെ എടുക്കണം. അടിപൊളിയാണ്. കുറച്ച് ബൂസ്റ്റും കൂടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നും പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ. കൂടുതൽ എൻ്റർടൈനിങ് ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് ഇനി വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക.